പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. എല്ലാവർക്കും കൃത്യമായ സ്ഥാനങ്ങളും ഒക്കെ കിട്ടി. നമ്മളിപ്പം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്പീക്കറെ കുറിച്ചാണ്. നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ. അപ്പം ഇനി എന്തായിരിക്കും സഭയിൽ നടക്കാൻ പോകുന്നത് എന്നാലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സ്പീക്കർ എന്ന് പറയുന്നത് ആ സഭയെ നിയന്ത്രിക്കുക, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ജനാധിപത്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിയമസഭയിലേക്ക് പോകണമെന്നുള്ളതാണ്. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ശരിക്കും ശ്രീകോവിൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അവിടെയാണ് നമ്മൾ നോക്കിയ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സ്പീക്കർ ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 101 വോട്ട് നേടിയിട്ടാണ് അദ്ദേഹം സ്പീക്കറായി തിരഞ്ഞെടുക്കുക. AC മൊയ്തീൻ മത്സരിച്ചിരുന്നു, പിന്നെ അവിടെ പിന്നെ എന്താ പറയുക ഗോപകുമാർ മത്സരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ 101 വോട്ടുകൾ നേടിയിട്ടാണ് തിരുവഞ്ചൂർ ഇതിലേക്ക് എത്തിയത്. നമുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ പൊതുവിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു ചിരി ഉണ്ടാകും സ്വാഭാവികമായിട്ടും. കാരണം തിരുവഞ്ചൂരിനെയും പലരെയും ഈ പറയുന്ന ഈ പല MLA-മാരുടെയും പേരുകൾ പലപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പേരുകൾ ഏകദേശം 71 പുതിയ MLA-മാർ ഇത്തവണ സഭയിലെത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ്. അപ്പോൾ ഇവരെയൊക്കെ പേരെടുത്ത് തിരുവഞ്ചൂരിനെയും വിളിക്കുമ്പോൾ തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ തിരുവഞ്ചൂരിന് പൊതുവിലുള്ള ഒരു പരാതി, തിരുവഞ്ചൂരിനെ കുറിച്ച് അദ്ദേഹത്തിന് അക്ഷരസ്ഫുടത ഉണ്ട്, പക്ഷേ തെറ്റായ ഉച്ചാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പലപ്പോഴും വീഴാറുണ്ട്. ഈ അടുത്ത സമയത്ത് അദ്ദേഹം സ്പീക്കർ ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര കോമഡി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളുകൾ പലതും വരുന്നുണ്ട്. മോഹൻലാലിനെ ഇരുത്തിക്കൊണ്ട് കൺമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ മലയാളികളുടെ കണ്ണിലുണ്ണി എന്നാണ് അത് ഉദ്ദേശിച്ചത്. പിന്നെ അദ്ദേഹം ഒരു 4-5 തവണ പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ കണ്ണിലുണ്ണി കറക്റ്റ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ അതോടൊപ്പം പിന്നെ അദ്ദേഹത്തിന്റെ അന്ന് ചലച്ചിത്ര അവാർഡിൽ അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കുപ്രസിദ്ധി നേടിക്കൊടുത്ത ഒരു സാധനം. ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിനിടെ അന്ന് അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിനിടയിൽ നസ്രിയയുടെ പേര് ഉച്ചരിക്കാൻ കിടന്ന് പാടുപെട്ടു. ശ്രേയ ഘോഷാൽ എന്ന് പറയുന്ന പേര് ശ്രേയ ഘോഷ്ലാൽ എന്ന് വായിച്ചു. അപ്പം പിന്നെ തന്നെയുമല്ല പശ്ചാത്തല സംഗീതം, അതിനുള്ള പുരസ്കാരം, പശ്ചാത്തല സംഗീതത്തിന്റെ പുരസ്കാരം എന്ന് പറയുമ്പോൾ അദ്ദേഹം ശാസ്ത്രീയ സംഗീതം എന്ന് വായിച്ചു. അപ്പോൾ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബഹുവിശേഷമാണ്. അപ്പം അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയും നാക്ക് പിഴയ്ക്കാത്തവരാരുണ്ട് ഗോപു, അല്ല നാക്ക് പിഴയ്ക്കാത്തവരെ ആരാണുള്ളത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികം മാത്രമാണ്. പക്ഷേ തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തിരുവഞ്ചൂർ ഒരു പക്ഷേ നിഷ്പക്ഷനായിരിക്കും സഭയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തന്നെയുമല്ല അദ്ദേഹം വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ സഭയിൽ അദ്ദേഹം കുറച്ച് നിഷ്പക്ഷത പാലിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷപാതിത്വ സമീപനം ഈ 16-ാം നിയമസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാര്യം അത്രത്തോളം ഏവിളായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ അബദ്ധജടിലമായ വർത്തമാനങ്ങളൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ അദ്ദേഹം ശുദ്ധനാണ്. അതിൽ വ്യക്തിപരമായി അദ്ദേഹം അങ്ങനെയാണ്. ഉള്ളിലൊന്നും കസേരയിൽ ഇരിക്കാൻ യോഗ്യൻ തന്നെയാണ്, കസേരയിലിരിക്കാൻ അദ്ദേഹം യോഗ്യനാണ്, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ സഭാ നടപടികളെ അദ്ദേഹത്തെ കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാര്യം അദ്ദേഹത്തിന് ചില കപടതകളൊക്കെ ഉണ്ട്, പക്ഷെ ആ കപടതകളൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു വീഴുമെന്നുള്ളതാണ് കാര്യം. പുള്ളിക്കത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ അറിയാം, നമ്മുടെ ഒരു ചലച്ചിത്ര സീരിയൽ താരത്തിന്റെ ഒരു നർത്തകി കൂടിയായ ശാലു മേനോൻ. അപ്പൊ ശാലു മേനോന്റെ വീടിന്റെ പാല് കാച്ച സമയത്ത് അദ്ദേഹം കരിക്കുമൊക്കെ പിടിച്ചിട്ടുണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ പുറത്തേക്ക് വന്നിരുന്നു. ആ സമയത്താണ് സോളാർ കേസ് ഇങ്ങനെ വിവാദമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തെ ഈ ശാലു മേനോന്റെ വീട്ടിൽ അതുവഴി പോകുന്ന സമയത്ത് ഏതോ പ്രവർത്തകർ കൈ കാണിച്ചു. ഞാൻ അവിടെ നിന്നു, അവിടെ ഇറങ്ങി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പാല് കാച്ചാന്ന് അറിയുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്കൊരു കരിക്കാന്ന് പക്ഷെ ആ ഫോട്ടോ ഒക്കെ ബഹുവിശേഷമാണ്. എന്തുകൊണ്ടോ ഈ എനിക്ക് തോന്നുന്നു തിരുവഞ്ചൂരിനെ പൊതുവെ ഒരു ഹാസ്യ താരം അല്ലെങ്കിൽ ഹാസ്യ നടൻ എന്നുള്ള നിലയിലാണ് ഒരു പക്ഷേ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം എബിലിറ്റി ഉള്ള ഒരു നേതാവായിരുന്നു. അടൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്, കോട്ടയത്തു നിന്ന് നേതാവ്, ഇപ്പൊ എത്രയോ തവണ അദ്ദേഹം അവിടുന്ന് കോട്ടയത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. മികച്ച പാർലമെന്റേറിയനാണ് അദ്ദേഹം എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് അദ്ദേഹം കാണിച്ച കുടിലത എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉമ്മൻചാണ്ടിക്കെതിരായി ഒരു കുടിലത അദ്ദേഹം നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പിന്നെ അതായത് അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടി മുഖ്യമന്ത്രി അറിയാതെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് നടത്തിയ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പലപ്പോഴും ചില അബദ്ധങ്ങളിലേക്ക് അദ്ദേഹം ചെന്ന് ചാടുന്നത് കാണാം. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ സഭാ കാലഘട്ടത്തിൽ മറ്റോ ആണോ അതോ അതിന് മുമ്പത്തെ സഭയിലാണോ എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ശൈല ടീച്ചർ നിന്ന സമയത്ത് ശൈല ടീച്ചറിന്റെ കാലത്ത് മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യരംഗത്തുണ്ടായ വികസനങ്ങളെ കുറിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചു. ശൈല ടീച്ചർ അത്രയും കാലം ഉണ്ടായിരുന്നതിന്റെ ഫുൾ ഡീറ്റെയിൽ എടുത്തും കൈ കൊടുത്തു. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ എടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം സഭയിൽ പറയാണ് ഇത് എന്ത് കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു. അപ്പം എല്ലാവരും കരുതിയത് ഒരു പക്ഷേ
ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവും എന്നല്ല. ഇത്രയും പേജുള്ള സാധനം തന്നു കഴിഞ്ഞാൽ ഞാനിത് എന്ന് വായിച്ച് പഠിക്കാനാണ്. കാരണം അത്രയും 100-200 പേജോളം വരുന്ന ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് ശൈലജ ടീച്ചർ കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് കാണാൻ മനസ്സിലാക്കി അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ ഇഫക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം എൻ്റെ ഒരു വിശ്വാസം, ഇപ്പോൾ അദ്ദേഹം സഭയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അദ്ദേഹം അരാഷ്ട്രീയവാദിയാകില്ല എന്ന് പറയുന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ ഇടവേളയല്ല, സഭയ്ക്ക് പുറത്ത് തനിക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവും. അവിടെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഭയ്ക്ക് പുറത്ത് ഒരു രാഷ്ട്രീയ നിലപാട് അദ്ദേഹം എടുത്തിരിക്കും, എന്നാൽ സഭയ്ക്ക് അകത്ത് യാതൊരു പക്ഷഭേദവും കാണിക്കില്ല. അത് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പോയിന്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സഭയ്ക്ക് പുറത്ത് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, ജെനുവിൻ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ സഭയ്ക്ക് പുറത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആ കോൺഗ്രസ് എന്താണോ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടത് ഏത് രീതിയിലാണോ ആ രീതിയിൽ താൻ സംസാരിക്കും. പക്ഷേ സഭയ്ക്കകത്ത് ഞാനൊരു രാഷ്ട്രീയവാദി, എന്താ പറയുക, രാഷ്ട്രീയ നിലപാടുകൾ ഒരിക്കലും കൊണ്ടുവരികയില്ല, ഒരു പക്ഷാഭേദവും കാണിക്കില്ല എന്ന് പറയുന്നു. അവിടെ പറഞ്ഞ തുല്യനീതിയും നിഷ്പക്ഷതയും ഉള്ള ഒരാളായിരിക്കും എന്ന് പറയുന്നു. അപ്പം എല്ലാ അർത്ഥത്തിലും നീതിബോധത്തോടും നീതിനിഷ്ഠമായി മുന്നോട്ട് പോകും. ആരോടും പ്രത്യേക പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുക. അതായിരിക്കണം എല്ലാ കാലത്തും ഒരു സ്പീക്കർ പുലർത്തേണ്ട മാന്യത. പിന്നെ വലിയൊരു ഉത്തരവാദിത്വമാണ്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞു, പിന്നെ ശരിക്കും അദ്ദേഹത്തിന് ഒരു ക്രൂക്കഡ് മൈൻഡഡ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് ചെന്നിത്തലയും വെട്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്ത് ഒരുപക്ഷെ അദ്ദേഹം ഇരുന്നേനെ. കാരണം അത്ര സീനിയർ മോസ്റ്റ് ആണ്, ആഭ്യന്തര വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ സ്പീക്കറാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, മന്ത്രിയാകുന്നത് ഓക്കെ, അപ്പോൾ സ്പീക്കറാകുന്ന കുറച്ചുകൂടെ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെ മേലെ വരും. കാരണം സഭയ്ക്കകത്ത് പലപ്പോഴും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെയാണ് ഭരണപക്ഷം കാണേണ്ടത് എന്ന് തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും എല്ലാം നടക്കുന്ന ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ സംഭവം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സഭാനാഥൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ പക്ഷപാതിത്വമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്നിൻ്റെ തലപ്പത്തെത്താൻ കഴിഞ്ഞത് ജീവിതത്തിലെ അതിപ്രധാന നിമിഷമാണെന്ന് അദ്ദേഹം കാണുന്നു. പിന്നെ അതിദീർഘകാലത്തെ തൻ്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തിൽ നിന്നാണ് പാർട്ടി ഈ വലിയ ചുമതല ഏൽപ്പിച്ചത്. ഈ ദൗത്യത്തിൽ താൻ 100% സംതൃപ്തനാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം നവാഗതരായിട്ടുള്ള പിന്നെ MLA-മാർക്ക് വേണ്ട എല്ലാ എന്താ പറയുക സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പം നമുക്കിനിയും പതുക്കെ ഇനിയിപ്പോൾ അടുത്ത സഭ കൂടുന്ന എനിക്ക് തോന്നുന്നു 29-ാം തീയതി മറ്റോ ആണ്, വെള്ളിയാഴ്ചയോ മറ്റോ ആണ്. അപ്പം അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇനി സഭയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക, അതിനെ ഒരു സഭാനാഥൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി വരും കാലങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയാണെങ്കിലും ഇന്ന് ചുമതലയേറ്റ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എല്ലാവിധ ഭാവുകങ്ങളും നമുക്ക് നേരാനേ കഴിയുകയുള്ളൂ.